ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു അവൻ സ്ത്രീയുടെ സന്തതി എന്ന്. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു അവൻ പെസഹ കുഞ്ഞാടെന്ന്. എന്നാൽ ലേവ്യ പുസ്തകത്തിലേക്ക് പറയുന്നു അവൻ ആരെന്നറിയാമോ? അഭിഷക്ത മഹാപുരോഹിതനായി ആമേൻ മോശ വിളിച്ചു പറയുന്ന 3-ാമത്തെ പുസ്തകത്തിലേക്ക് പറയുന്നു അവനാണ് അഭിഷക്തനായ ഒരു പുരോഹിതൻ. ആർക്കു വേണ്ടി എന്നറിയാമോ? ആമേൻ, സ്തോത്രം. താണവർക്ക് വേണ്ടി. ആർക്കു വേണ്ടി? എല്ലാവരും കൈവിട്ടവർക്ക് വേണ്ടി. ആർക്കു വേണ്ടി? ആരും ഒരു കൈ സഹായിക്കാത്തവർക്ക് വേണ്ടി. സ്വർഗത്തിലെ കർത്താവിന്റെ 2 കരവും തുളയ്ക്കപ്പെട്ട കരവുമായി എന്നെയും നിങ്ങളെയും താങ്ങിയ ഒരു ദൈവം ഇന്ന് രാത്രി അമർത്യനായി ആർക്കും അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനായ ഒരു ദൈവം ഇന്ന് രാത്രി, ന്യായാധിപതിയായ ദൈവം താൻ മാത്രമെന്ന് പറയുമ്പോൾ പൗലോസ് പറയുക ഈ ദൈവത്തിന് മാത്രം ഇന്ന് രാത്രി ചിലത് ചെയ്യാൻ കഴിയും. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഒന്ന് ഈ കർത്താവിന് മാത്രം ചെയ്യാൻ കഴിയും. അവൻ ആരെന്നറിയാമോ? ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ ആമേൻ പറഞ്ഞ് ആ വാക്യം നിർത്തുമ്പോൾ പറയുന്നൊരു കാര്യം ഇതാണ്. അവൻ ആരെന്നറിയാമോ? നിത്യബലമുള്ളവൻ, നിത്യതയ്ക്ക് വേണ്ടി കരം പിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവം. എന്നാൽ സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ 24-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യാക്കോബിന്റെ നക്ഷത്രമായി അവിടെ വെളിപ്പെടുന്നു. ഒരു നക്ഷത്രത്തിന് നടുവിൽ ദൈവത്തിന്റെ ആമേൻ ഒരു കാലത്ത് ദൈവത്തിന്റെ മക്കളെ കാണുമ്പോൾ ആമേൻ, സ്തോത്രം, ലോകം കിടുകിടാ വിറച്ചിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ലോക ചരിത്രങ്ങൾ ഇതുവരെ കാണാത്ത ഒന്ന് ലോകത്തിന്റെ നക്ഷത്രമായി, യാക്കോബിന്റെ നക്ഷത്രമായി 24-ാമത്തെ അധ്യായത്തിൽ, അതായത് 4-ാമത്തെ പുസ്തകത്തിലേക്ക് പറയുന്നു യാക്കോബിന്റെ നക്ഷത്രമായി ആമേൻ വെളിപ്പെടുകയും ആമേൻ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി വഴികാട്ടുന്ന ഒരു ഉദയ നക്ഷത്രമായി നമ്മുടെ നടുവിൽ വെളിപ്പെട്ട യാക്കോബിന് വഴികാട്ടിയായിരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നു എന്നെ ആരും ഇതുവരെയും കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ എന്നെ കാണാൻ കാംക്ഷിക്കുന്നവന് പ്രാർത്ഥനാ മുറിയിൽ പ്രത്യക്ഷനാകുന്ന ഒരു ദൈവത്തെയായി ഇന്ന് രാത്രി ഞാൻ സന്തോഷത്തോടെ പ്രസ്താവിക്കുന്നത്. ദൈവവൈതലേ, ഒന്നിനും കുറവില്ലാത്തവൻ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഒന്നിനും മാറി നിൽക്കാത്തവൻ, എല്ലാം ഉള്ളതുപോലെ ഉളവായതുപോലെ വിളിച്ചു പറയുന്ന ഒരു സ്വർഗം, വിളിച്ചു പറയുന്ന ഒരു വാക്കിതാണ്. 5-ാമത്തെ പുസ്തകം ആമേൻ എഴുതി നിർത്തുമ്പോൾ മോശ പറയുന്ന ഒരു കാര്യം ഇതാണ്. ആവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ആരെന്നറിയാമോ? സത്യപ്രവാചകൻ. 5-ാമത്തെ പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ മോശ പറയുന്നത് പഞ്ചഗ്രന്ഥങ്ങളിൽ 5-ാമത്തെ പുസ്തകം പറയുന്നു അവൻ സത്യപ്രവാചകനായി. 18ന്റെ 15 പറയുന്നു അവൻ ആരാ? സത്യത്തിന്റെ പ്രവാചകൻ. അവന്റെ നാവിൽ കള്ളമില്ല, അവൻ സത്യത്തിന്റെ പ്രവാചകൻ. അവൻ മാത്രം ആരാന്നറിയാമോ? അമർത്യതയുള്ളവനും, ഹല്ലേലൂയ, അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനും ആരും ഒരു നാളും കാണാത്തവനുമായ ഒരു സ്വർഗത്തെ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ, നിത്യത എന്ന വിഷയത്തിന്റെ മുമ്പിൽ വരച്ചു കാട്ടപ്പെടുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അവനാണ് ഉലകത്തിലെ ഒരേ ഒരു പ്രവാചകൻ. അവനപ്പുറം വേറൊരുത്തനും ഈ ഭൂമിയിൽ ഉടലെടുത്തിട്ടില്ല. അതെല്ലാം പോഷ്കിന്റെ പ്രവാചകന്മാരായും കള്ളപ്രവാചകന്മാരായും ആമേ സാഹചര്യം അനുസരിച്ചും വീടിന്റെ വലിപ്പം കണ്ടും മനുഷ്യന്റെ മുഖം നോക്കിയും പ്രവചിക്കുന്ന ഒരു പറ്റം പ്രവാചകന്മാർ നമ്മുടെ ഇടയിൽ പാമെ വിളിച്ചു പറയുമ്പോൾ ഇവിടെ പ്രവാചകനായ മോശ പഴയ നിയമത്തിൽ എഴുതി പിടിപ്പിച്ചിട്ട് വിളിച്ചു പറയുന്ന ഒരു കാര്യം ഇതാണ്, ഇവനാണ് സത്യപ്രവാചകൻ. ആമേ ഒരു അടിവരയിട്ട് കുറിച്ചു വച്ചോ 5-ാമത്തെ പുസ്തകത്തിൽ. എന്നാ നോക്കൂ, 6-ാമത്തെ പുസ്തകമായിരിക്കുന്ന ആമേ യോശുവ പ്രവാചകനിലേക്ക് ശുശ്രൂഷ കൈമാറ്റം ചെയ്യുന്നതിന് അല്പം മുമ്പിൽ വിളിച്ചു പറയുന്ന 5-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ അവിടെ പറയുന്നത് സൈന്യങ്ങളുടെ അധിപതിയായി വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു സ്വർഗം. ഹാഹാ, എത്ര സന്തോഷമല്ലേ! ആമേ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ സൈന്യങ്ങളുടെ അധിപതിയായി നിനക്ക് വിരോധമായി നിൽക്കുന്ന സൈന്യത്തെ തച്ചുടയ്ക്കാൻ ആമൻ ആ കാലഘട്ടത്തിൽ എലിശയുടെ മുൻപിൽ ഇറങ്ങി നിന്ന് അരാം സൈന്യത്തിന്റെ നടുവിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ്. എന്നാൽ നോക്കൂ, കല്ലറ കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയാവിനോട് ചോദിക്ക്, അവൻ ആരാണ്? അവൻ
ആമേൻ ആർക്കും ഇതുവരയ്ക്കും മനസ്സിലാക്കാത്ത ഒരുവനുണ്ട്. ആദിമ പിതാക്കന്മാരായിരിക്കുന്ന ആദമിനെയും ഹവ്വയെയും നഗ്നത മറയ്ക്കാൻ ആദിമ ഏദൻ പൂങ്കാവനത്തിനകത്ത് അറുക്കപ്പെട്ട കുഞ്ഞാട് ഇന്ന് രാത്രി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ദൈവ പൈതലേ, അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടായി ഒന്നാമത്തെ പുസ്തകത്തിൽ ആദിയാഗമെന്ന് പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വെളിപ്പെടുമ്പോൾ അവർ നഗ്നത മറയ്ക്കാൻ വെയിലടിച്ചപ്പോൾ ആ നഗ്നത മറച്ചിരുന്ന അത്തിയില ഉണങ്ങിപ്പോകുമ്പോൾ അതിനപ്പുറത്തൊരു ശബ്ദം മുഴങ്ങി, സ്തോത്രം, നിന്റെ നഗ്നത മറയ്ക്കാൻ ഞാൻ അറുക്കപ്പെടാം, ഇവിടെ ബലി കഴിക്കാം. അവിടെ ബലി കഴിച്ചവനാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. അവൻ ആരെന്നറിയാമോ? അവൻ സൈന്യങ്ങളുടെ അധിപതിയായിരിക്കുന്ന സ്വർഗത്തിലെ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന സങ്കീർത്തനം 119:89 73 88 85 63 35 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അവൻ സത്യത്തിന്റെ ദൈവം, അവൻ അധിപതിയുടെ ദൈവം. സ്തോത്രം, അവൻ മാത്രം അമർത്യതയുള്ളവൻ, ആർക്കും അടുത്തുകൂടാത്ത പ്രകാശത്തിൽ എന്നേക്കുമായി നിൽക്കുന്ന ദൈവത്തെ ഇന്ന് രാത്രി ഒന്ന് ഉറക്കെ പ്രസ്താവിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ചില അധരദോരങ്ങളെ തുറക്കുന്ന രാത്രിയാണ്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന സൈന്യത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സൈന്യം സ്തോത്രം, നമ്മൾ പലപ്പോഴും ഭയപ്പെടാറുണ്ട്. പക്ഷെ ഇന്ന് രാത്രി പറയുന്നു, അവൻ ആരെന്നറിയാമോ? ഹല്ലേലൂയ, സൈന്യങ്ങളുടെ അധിപതിയായി യോശുവയുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ ആരെന്നറിയാമോ? അവൻ അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്ന സൈന്യാധിപതിയായ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് നടുവിൽ സത്യമായി പ്രസംഗിക്കുന്ന സത്യവേദപുസ്തകത്തിന്റെ ഉടമസ്ഥനായിരിക്കുന്ന ഉലകത്തെ കീഴ്മറിച്ചവൻ, 7 സമുദ്രത്തിലെ ജലത്തെ ഉള്ളങ്കരത്തിൽ വഹിച്ചവൻ, 7 നക്ഷത്ര നടുവിൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയും പ്രത്യാശ വച്ചിരിക്കുന്ന എന്നെ കേൾക്കുന്ന ആത്മീക മിത്രമേ, ഇന്ന് രാത്രി നിന്നോടാ സംസാരിക്കുന്നത്. സൈന്യം എത്ര വലുതാണെങ്കിലും ഈ സൈന്യത്തോടൊത്ത് വരത്തില്ല. ഇവൻ ഒറ്റയ്ക്ക് നിന്നാൽ മതി ഏത് സൈന്യത്തെയും തോൽപ്പിക്കാൻ. ശത്രുവിന്റെ പടയെ ഉന്മൂലനാശത്തോടെ സ്വർഗത്തിൽ നിന്ന് ഒരു സൈന്യത്തെ വെട്ടി താഴെയിട്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നെ എന്നെയും ഈ 6-ാമത്തെ പുസ്തകം പഠിക്കുമ്പോൾ പറയുന്നു, അവൻ സൈന്യങ്ങളുടെ അധിപതി. ഹല്ലേലൂയ. എന്നാ നോക്കൂ, 7-ാമത്തെ പുസ്തകമായിരിക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയുന്നു, അവൻ ആരെന്നറിയാമോ? യഹോവയുടെ ദൂതൻ. സ്തോത്രം, അവൻ ആരാ? യഹോവയുടെ ദൂതൻ. 2-ാമത്തെ പുസ്തകം 1-ാമത്തെ വാക്യം പറയുന്നു, അവൻ യഹോവയുടെ ദൂതനായി പ്രത്യക്ഷപ്പെടുന്നു. ഇന്ന് രാത്രി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, കരയുന്നവർക്ക് വേണ്ടി, ഹൃദയം പിടയ്ക്കുന്നവർക്ക് വേണ്ടി, ഹല്ലേലൂയ, പലപ്പോഴും മാറത്തടിക്കുന്ന നിലവിളിക്ക് മുമ്പിൽ ദൂതൻ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രത്യക്ഷനാകുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ഇവനാണ് അധിപതിയായ ദൈവം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നോക്കിക്കേ, അടുത്തു പറയുന്നത് രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, രൂത്തിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം, ഹല്ലേലൂയ, അതിന്റെ പ്രൈസ് ദി ലോർഡ് 1-ാമത്തെ വാക്യത്തിലേക്ക് പറയുന്നു, അവൻ ആരായി പ്രത്യക്ഷപ്പെടുന്ന അറിയാമോ? ഒരു ബോവസിനെ പോലെ വീണ്ടെടുപ്പുകാരനായി അവിടെ രൂത്തിന് വേണ്ടി അവിടെ എണീറ്റ് നിൽക്കുകയാണ്. ഹല്ലേലൂയ. 2 കരവും വിടർത്തി വെച്ചുകൊണ്ട് പറയുക, നിനക്ക് വീണ്ടെടുപ്പുകാരൻ ഞാനാ. നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു ആത്മബല, ഒരു ഉറവ് നിനക്ക് വേണ്ടി കോരി വെച്ചിട്ടുണ്ട്. ഈ തലമുറയിൽ ദൈവവൈദ്യ പ്രതിസന്ധികൾ അത് മറികടക്കുക, ഓവർകം ചെയ്യുവാൻ ഈ രാത്രി തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി വീണ്ടെടുപ്പുകാരനായി രൂത്തിന്റെ പുസ്തകത്തിൽ അവൻ ഉടലെടുത്ത് പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദമായി നിന്റെ ശബ്ദം മാറിക്കഴിയുമ്പോൾ അത് ഗാനങ്ങളിൽ കൂടെ ആകട്ടെ, വചനം പ്രസ്താവിക്കുമ്പോൾ ആകട്ടെ, പാട്ടുകളിൽ കൂടെ ആകട്ടെ, പ്രബോധനങ്ങളിൽ കൂടെ ആകട്ടെ, അന്യഭാഷയിൽ കൂടെ ആകട്ടെ, വചന ശുശ്രൂഷയിൽ കൂടെ ആകട്ടെ, ഏത് തലത്തിൽ കൂടെയാ നീ ഞാനും ദൈവശബ്ദത്തെ ഉയർത്തുന്നത്, ആ ശബ്ദം വിളിച്ചു പറയുന്നു, ഇവൻ ആരെന്നറിയാമോ? ഇവൻ വീണ്ടെടുപ്പുകാരനായി പ്രത്യക്ഷപ്പെടുന്നു. ആമേൻ. സ്തോത്രം. മടങ്ങി വരാം. ആമേൻ.
ആത്മാവിൽ ചില ദൂതുകൾ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. മടങ്ങി വരാൻ നമുക്ക്. ആമേൻ. നമ്മുടെ അധ്യായത്തിലേക്ക് മടങ്ങി വരാമല്ലോ. ഇവിടെ നമ്മൾ വായിച്ച വാക്യം ഇതാണ്, 6-ാമത്തെ അധ്യായം. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലും 16-ാമത്തെ വാക്യത്തിലും നമ്മൾ ആമേൻ നോക്കുന്ന ഒരേ ഒരു ദൂതാണ്. അവൻ ആരെന്നറിയാമോ? ധന്യനായ ഏകാധിപതിയായ ദൈവം. ഒറ്റ ദൈവമേ ഉള്ളൂ കേട്ടോ. ഒറ്റ ദൈവം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ 33 കോടി ദേവന്മാരുണ്ട്. ആമേൻ. പല്ലിളിച്ചും നാക്ക് തള്ളിയും, ഹല്ലേലൂയ, കണ്ണു മുഴപ്പിച്ചും 8ഉം 10ഉം കൈയുള്ളവരും 1-ലധികം 10 തലയും ഇരിക്കുന്ന ആമേൻ സ്തോത്രം 8 കൈയുള്ളവനും തുമ്പിക്കൈയുള്ളവനും ആമേൻ 4 കാലുള്ളവനും ആമേൻ സ്തോത്രം 10,000 കണ്ണുള്ളവനും ഈ ഭൂമിയിലുണ്ട്. അവൻ ഈ ഭൂമിയിൽ മാത്രമാണ് അവകാശമുള്ളത്. പക്ഷെ ഇന്ന് രാത്രി കാര്യം പറയണം കേട്ടോ. നിന്റെ എന്റെയും നന്മകൾ, നിന്റെ എന്റെയും ഉയർച്ചകൾ, നിന്റെ എന്റെയും ബാങ്ക് ബാലൻസ് വരെ കറക്റ്റാ ചെക്ക് ചെയ്യുന്ന ഒരുത്തനുണ്ട്. അവൻ ഈ ലോകത്തിലെ ശത്രുവാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തെളിവുണ്ടോ? തെളിവ് വേണോ? വേദപുസ്തകത്തിൽ ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് വന്ന ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെത്തിരിക്കുമ്പോൾ അതിലേക്ക് വന്നിട്ട് പറയുക, ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് ഇയ്യോബിന്റെ തൊഴുത്തിൽ പോയി, ഇയ്യോബിന്റെ ഹോശാലയിൽ പോയി ആട്ടിനെ എണ്ണി, കാളയെ എണ്ണി മാറ്റിയ ശേഷം ദൈവപ്രവൃത്തി അതിലേക്ക് വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി സകലതും എണ്ണി തിട്ടപ്പെടുത്തി ദൈവസന്നിധിയിൽ പോയി വിളിച്ചു പറഞ്ഞ് ആമേൻ എവിഡൻസ് സകലം കാഴ്ച വയ്ക്കുന്ന അല്ലെങ്കിൽ സമർപ്പിക്കുന്ന ഒരു ശത്രു ഈ ലോകത്തിലുണ്ട്. നിന്റെ തലമുറയെ എണ്ണി നോക്കുന്ന, നിന്റെ യാത്രകളെ എണ്ണി നോക്കുന്ന, നിന്റെ വാഹനങ്ങളെ എണ്ണി നോക്കുന്ന, നിന്റെ വീട്ടിനകത്തുള്ള സാമഗ്രികളെ എണ്ണി നോക്കുന്ന, എന്തൊക്കെ ഈ വീട്ടിനകത്തുണ്ട് എന്ന് പറഞ്ഞ് എണ്ണി തിട്ടപ്പെടുത്തി നിന്റെ ജീവിതത്തിലെ സകലതും രാവിലെ എണീക്കുമ്പോൾ പ്രഭാതം മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ജീവിതത്തെ സകലതും എഴുതി കുറിച്ച് തിട്ടപ്പെടുത്തി നീ എവിടെയായിരുന്നുവോ, ആരോട് സംസാരിച്ചെന്നും ആരോട് എന്തൊക്കെ പറഞ്ഞെന്നും എന്തൊക്കെ ചെയ്തു എന്നും കറക്റ്റ് എവിഡൻസ് എടുത്തുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ പോയി വാദിച്ച് ശത്രുവിനെ ഇന്ന് രാത്രി കർത്താവ് പറയുക, ഞാൻ ഏകാധിപതിയായി, ഞാൻ മാത്രമാണ് അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത പ്രകാശത്ത് വസിക്കുന്നവനുമായ ദൈവം ഞാൻ മാത്രമാണ് എന്ന യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പ്രവാചകനായിരിക്കുന്ന, ശുശ്രൂഷകനായിരിക്കുന്ന, അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ പറയുന്നു, ഏതു മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ലോകത്തിൽ വന്നിട്ടുണ്ട്, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അന്ധകാരത്തിൽ കിടക്കുന്ന, ഇടം കൈയും വലം കൈയും അറിയാതിരിക്കുന്ന, കേവലം ഒരു സ്നാനം കൊണ്ടോ 2 അന്യഭാഷ കൊണ്ടോ മതി എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന ആദിമലോകത്തെ നോക്കി സ്വർഗം പറയുന്ന ഒരു ദൂത്, ഹല്ലേലൂയ, ഇരുട്ടിൽ കിടക്കുകയാ. ആമേൻ. ആത്മീയം നഷ്ടപ്പെട്ടതായി തപ്പി നടക്കുകയാ. പക്ഷെ ഇന്ന് രാത്രിയിൽ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ഉലകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരു ദൈവം മാത്രമാണ്. എല്ലാത്തിന്റെ ഉടമസ്ഥനായിരിക്കും ദൈവം. സൂര്യന്റെ മേലും ചന്ദ്രന്റെ മേലും സകല ചരാചരങ്ങളുടെ മേലും സകല വാഴ്ത്തത്വങ്ങളുടെ മേലും തന്റെ ജനത്തിന്റെ മേലും ആമേ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി എന്നെന്നും എന്നേക്കും ആമേ തീഷ്ണതയുള്ളവനായ, തീഷ്ണത ജ്വലിപ്പിക്കുന്ന സത്യത്തിന്റെ ദൈവവും സത്യത്തിന്റെ പരിജ്ഞാനത്തിന്റെ മൂലക്കല്ലും അളവ് നൂല് പ്രസ്താവിച്ചവനും കടലിലെ പഞ്ചസാര മണൽ കൊണ്ട് അടിസ്ഥാനം മാത്രമല്ല കേട്ടോ, അതിര് വരമ്പിച്ച് ആമേ വെച്ചിട്ട് ഇതുവരെ നീ വന്നാ മതി എന്ന് പറഞ്ഞ് കൽപ്പനയും കൊടുത്ത് അതിരും പ്രഖ്യാപിച്ച് ഭൂമിയെ ഭൂമിയെന്നും വെള്ളത്തെ വെള്ളമെന്നും ആമേ ജലത്തെ ആമേ സമുദ്രം എന്നും പേരിട്ടുകൊണ്ട് ദൈവം ആമേ സ്തോത്ര സകലത്തെ സ്ഥാപിച്ച് ഉറപ്പിച്ചു വച്ചെങ്കിൽ ഇന്ന് രാത്രി ഇയ്യോബേ ഇതുവരെ വന്നാ മതി എന്ന് പറഞ്ഞ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ പ്രവാചകൻ ആമേ വിളിച്ചു പറയുന്ന എങ്ങനെയാ, ഇതുവരെ നിന്റെ തിരമാല വന്നാൽ മതി, ഇവിടെ നിന്റെ തിരമാലയുടെ ഗർഭം നിലയ്ക്കും. ആരോടോ ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, പ്രതിസന്ധിയാകുന്ന തിരമാലകൾ, പ്രതികൂലമാകുന്ന തിരമാലകൾ നിന്റെ എന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ച് പ്രാർത്ഥന മുടങ്ങിക്കളയാൻ അവൻ പരിശ്രമിക്കുമ്പോൾ, ആമേ പ്രാർത്ഥന മുടങ്ങിക്കളയാൻ പരിശ്രമിക്കുമ്പോൾ നിന്നിൽ ഏൽപ്പിച്ച സത്യജീവന്റെ പുസ്തകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമായിരിക്കുന്ന അതിൻ്റെതായ കാന്തിയെ വെളിപ്പെടാത്താതെ ശത്രു അതിനെ പിടിച്ചമർത്തി അവന്റെ അമർത്തതയിൽ അവന്റെ കാലിന്റെ കീഴിൽ ആമേൻ ആത്മീക മണ്ഡലം തച്ചുടയ്ക്കാൻ പലപ്പോഴും അധികാരം ചോദിച്ചു. പലപ്പോഴും ദൈവസന്നിധിയിൽ അവൻ ചോദിച്ച് വേലി പൊളിച്ചകത്ത് കയറി പലപ്പോഴും നന്മകൾക്ക് വേണ്ടി വിരോധമായി നിന്ന പല സാഹചര്യങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നു, ഹല്ലേലൂയ, ആമേൻ, അവൻ ആരാ? ധന്യനായ ഏകാധിപതിയായ രാജാതി രാജാവും കർത്താതി കർത്താവും. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകുഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരുവൻ ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. ആ 1 തീമോഥെയോസ് ലേഖനം 1-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ
1-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് വളരെ ഒരു ചന്തമേറിയ ഒരു ആഴം പൗലോസ് കൊണ്ടുവന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയൊരു ആമേൻ, ഒരു വിശാലമായ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഒന്നുകൂടെ പതിയത്തക്ക തലത്തിൽ എന്താണ് പരിജ്ഞാനം, എന്താണ് ആമേൻ സ്തോത്രം, അതിൻ്റെ ആഴം എന്താണ്, അതിൻ്റെതായ കാര്യാദികൾ പൗലോസ് 1, 2, 3 എന്ന് പറഞ്ഞ് നിജപുത്രനായ തീമോഥെയോസിനെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഒരു ടീച്ചിങ് മാസ്റ്ററായിട്ട് ഏത് സ്ഥലത്തിരുന്നാലും കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി പറഞ്ഞു കൊടുത്ത് ഒരു ഉറുമ്പ് പഞ്ഞമാസത്തിലെല്ലാം ശേഖരിച്ചു വയ്ക്കുന്നത് പോലെ, സ്തോത്രം, ഹല്ലേലൂയ, എല്ലാം ശേഖരിച്ച് പഞ്ഞമാസത്തേക്ക് വയ്ക്കുന്നത് പോലെ സകലം ശേഖരിച്ചു വയ്ക്കുക. ആമേൻ. എന്നിട്ട് തീമോഥെയോസേ, എന്തൊക്കെയാണ് വിശേഷം? കഴിക്കാറുണ്ടോ? നീ കുളിച്ചോ? ശുശ്രൂഷയ്ക്ക് പോയോ? എത്ര പേര് പള്ളിയിൽ വന്നു? ആരൊക്കെ സാക്ഷ്യം പറഞ്ഞു? നീ ആർക്കെല്ലാം കൈ കൊടുത്തു? ആമേൻ. പ്രൈസ്. പുതിയ ആൾക്കാരും എല്ലാം സഭയിൽ വന്നിട്ടുണ്ടോ? ആമേൻ. എങ്ങനെയുണ്ട് ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ? മേൽക്കൂരയൊന്നും കുഴപ്പമില്ലല്ലോ, അടിസ്ഥാനമൊന്നും കുഴപ്പമില്ലല്ലോ. ആമേൻ സ്തോത്രം. ആരാധന ഗംഭീരമായി നടന്നോ? ആമേൻ. ആരാ പാട്ടുപാടിയത്? ആമേൻ സ്തോത്രം. ആരാണ് സാക്ഷ്യം പറഞ്ഞത്? ആരാ പ്രബോധിപ്പിച്ചത്? ഇന്ന് വചന ശുശ്രൂഷ ആരായിരുന്നു? ഇന്ന് ഗസ്റ്റ് വല്ലതും ഉണ്ടായിരുന്നോ? അവർക്ക് നീ യാത്രാക്കൂലി കൊടുത്തയച്ചോ? ഇത്യാദി കാര്യങ്ങളെല്ലാം ചോദിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ചോദിച്ചൊന്ന് അവനെ വിസ്മയത്തിന് തുമ്പിക്കൊണ്ട് നിർത്തിയിട്ട് പറയും, നീ ഇനി മര്യാദയിൽ നടക്കണം. പൗലോസിൻ്റെ കാര്യം ഭയങ്കര കേട്ടോ. എല്ലാം പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ട് പറയും, നീ ഇനി മിണ്ടാതിരുന്നോളണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നോട് പറയുന്നത് നീ എന്ത് ചെയ്യണം. വായിച്ചേ 1-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. ഈ പരിജ്ഞാനം എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായതു തന്നെ. ഇതേതെന്നറിയാമോ? ഈ പരിജ്ഞാനം. ഇതേത് പരിജ്ഞാനമാ? ഇതെന്താ പരിജ്ഞാനം? സ്വർഗത്തിലെ ദൈവം ആമേൻ തന്നെ ഭരമേൽപ്പിച്ചത്. ഒന്നുകൂടെ നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം, ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരുമ്പോൾ പൗലോസ് എപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും പൗലോസ് പല ഭാഗത്ത് പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യം ഇതെൻ്റെ സ്വന്തമായി ചെയ്തതല്ല. ആമേൻ. ഒറ്റ കാര്യം പൗലോസ് എല്ലായിടത്തും പൗലോസ് തന്നെ എന്ത് ചെയ്തു? താഴ്ത്തുന്നു. തന്നെ പലപ്പോഴും താഴ്ത്തി കൊടുക്കാറുണ്ട്. കാരണം ഒന്നിനും കുറവില്ലാത്തവനാ. കപ്പലുണ്ട്, കോടിക്കണക്കിന് ആസ്തിയുണ്ട്. സ്തോത്രം. ഒത്തിരി സമ്പന്നനാ. ഉടുക്കാൻ വസ്ത്രമോ എന്തൊക്കെയാ, അവിടുത്തെ രാജാവിനേക്കാൾ പ്രൗഢി നടക്കുന്നവനാ. പക്ഷേ പൗലോസ് എല്ലാത്തിനും തൻ്റെ ശുശ്രൂഷകന്മാരെ അവനെപ്പോഴും പുതിയ തലത്തിലേക്ക് അവൻ പ്രത്യാശ വാക്കു പറഞ്ഞ് മുമ്പിലോട്ട് കൊണ്ടുവരികയാണ്. എന്നാൽ ഈ പരിജ്ഞാനം എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസരണമായത് തന്നെ. അപ്പോൾ ആരെ പരമേൽപ്പിച്ചത്? സ്വർഗത്തിലെ ദൈവം, ധന്യനായ ദൈവം, ധന്യനായ ഏകാധിപതിയായും രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ, താൻ മാത്രം അമർത്യനായുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ മനുഷ്യൻ, ആരും കാണാത്തവനും എന്നെ ഏൽപ്പിച്ചതാ. കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞാൽ 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നു, 23-ാം വാക്യം മുതൽ വായിക്കും, പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് എന്ത് ചെയ്തു? പ്രാപിച്ചതും. ഞാൻ പ്രാപിച്ചത് എവിടെന്നാ? കർത്താവിൽ നിന്ന്, അല്ലാതെ എൻ്റെ അപ്പൻ്റെ നിന്ന് പ്രാപിച്ചതല്ല. എൻ്റെ കർത്താവ് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് എന്നെ അടിച്ച് താഴെയിട്ട് എൻ്റെ കാഴ്ചപ്പാടെല്ലാം നഷ്ടപ്പെടുത്തി ഒരു കുരുടനായി യൂദായുടെ ഭവനത്തിലിരുന്നപ്പോൾ അവിടെ ഞാൻ അടിച്ച് മുറിവേൽപ്പിച്ചവൻ ആ ഭവനത്തിനകത്ത് വന്ന് എന്നെ സൗഖ്യമാക്കി. അതുവരെ ഞാൻ പ്രാപിച്ചത് സകലതും ഒരു ചെതുമ്പൽ പോലെ നിലത്തു വീണ് കാഴ്ച പ്രാപിച്ച ആ ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ നിന്നിൽ പരമേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിന്നിൽ പരമേൽപ്പിക്കുന്നു. അല്ലാതെ ഒരു അഭിഷക്തന്മാരും 2 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചതോ PhD എടുത്തതുകൊണ്ടോ മറ്റതെടുത്തതുകൊണ്ടോ ഇനി കുറെ ഡിഗ്രി എടുത്തതുകൊണ്ടോ പ്രാപിച്ചതല്ല. സ്വർഗത്തിൽ നിന്ന് കാത്തിരുന്ന് പ്രാപിച്ച ആജ്ഞാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് ആമേൻ ഗമാലിയന്റെ കാൽ കീഴ് നോക്കിക്കേ. 3-ലധികം ഗമാലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗമാലിയൻ എന്ന് പറയുമ്പോൾ ഏകദേശം ആമേൻ 1000കണക്കിന് ആമേൻ സ്തോത്രം ജനത്തെ നയിക്കുന്ന, ജനത്തെ പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള ആമേൻ 3-ലധികം ഗമാലിയൻ്റെ കാൽ കീഴിരുന്ന് പഠിച്ചതാ. വേദപുസ്തകം നല്ലവണ്ണം പഠിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നാം സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളുടെ ചോദിച്ചാൽ ബൈബിളിലെ മധ്യഭാഗത്ത് ഒരു അധ്യായം പറഞ്ഞാൽ അറിയത്തില്ല.
പക്ഷേ ഒരു ഹൈന്ദവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന അധ്യായം ഇന്ന വാക്യം ഇങ്ങനെ പറയുന്നു. സ്തോത്രം. തെളിവ് സഹിതം വചനം വരെ വെളിപ്പെടുത്തി 1 സെക്കൻഡ് കൊണ്ട് ആത്മാവിൽ വ്യാഖ്യാനിച്ചു തരും. ആമേൻ. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ജ്ഞാനത്തോടെ പഠിച്ചവനാണ് ആമേൻ ശൗൽ എന്ന മുൻപേ ഉള്ള പേര് ശൗൽ പിന്നത്തെ അപ്പോസ്തലനായ പൗലൂസാക്കി അഭിഷേകം ചെയ്തിട്ട് പറയുക, ഇത് ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്. ഇന്ന് രാത്രി പറ, എന്തെങ്കിലും തന്നാൽ അത് ദൈവം തന്ന കൃപയാ. ആമേൻ. സ്തോത്രം. അവസാന മണിക്കൂറിൽ താൻ പറയുന്ന ഒരു കാര്യം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. തീമോഥെയോസേ, എനിക്കിനി അങ്ങോട്ടൊന്നും വരാൻ കഴിയത്തില്ല. കാരണം ചില മിനിറ്റ് കഴിഞ്ഞാൽ എൻ്റെ കഴുത്തിനെ അറക്കും. ഞാൻ ഈ ഭൂമരപ്പിൽ നിന്ന് മാറ്റപ്പെടാൻ സമയമായി. പക്ഷേ ഞാൻ വച്ചിരിക്കുന്ന കുറച്ച് പുസ്തകങ്ങളും കുറച്ച് പേനകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അത് മാത്രവുമല്ല കേട്ടോ, ഒരു പുതപ്പ് കൂടെ അവിടെ ഉണ്ട്. ആമേൻ. അതുകൂടെ നീ എടുത്തോ, എനിക്കൊന്ന് കാണാനാ. കാരണം ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ എനിക്കൊന്ന് കാണണം ആ പുതപ്പ്. ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ ലാസ്റ്റ് പൗലോസിന്റെ ജീവിതത്തിൽ. ബാക്കിയുള്ളത് ഇത്രയേ ഉള്ളൂ. പക്ഷെ അവൻ പറയുന്നത്, ഞാൻ പ്രാപിച്ചത് കർത്താവിങ്കിൽ നിന്നാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൽ നിന്ന് രാത്രി പ്രാപിച്ചെങ്കിൽ നിത്യത ഉറപ്പാക്കാം. ആമേൻ. ഹല്ലേലൂയ. അല്ലാതെ ഒരു ശുശ്രൂഷകന്മാരുടെ വായിൽ നിന്ന് വരുന്ന, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു ശുശ്രൂഷകന്റെ സമയം 1 മണിക്കൂറോ 45 മിനിറ്റോ ഒക്കെ ആണെങ്കിൽ ആ 45 മിനിറ്റിനകത്ത് ദൈവം സംസാരിക്കുന്ന വാക്ക് മാത്രമാണ് പുള്ളി വിളിച്ചു പറയുന്നത്. ആമേൻ. അത് കഴിഞ്ഞാൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനായി തീർന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിന്നത്തേതിലും ദൈവം അവനെ ഉപയോഗിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് നമ്മൾ കടന്നു വരപ്പെടുമ്പോൾ, ആമേൻ. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം ഈ 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ശ്രേഷ്ഠ ന്യായാധിപതിനായ ഒരു ദൈവം അതിനകത്ത് വെളിപ്പെടുന്നു. ശ്രേഷ്ഠനായ ന്യായാധിപതി. പ്രൈസ് ദി ലോർഡ്. ആർക്കും ആമേൻ മാറ്റി വയ്ക്കാത്തവൻ, പകരം വയ്ക്കാത്ത ഒരുത്തൻ, ശ്രേഷ്ഠ ന്യായാധിപതിയായ ഒരു ദൈവം. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ശ്രേഷ്ഠനാണ് ശ്രേഷ്ഠൻ. ഹല്ലേലൂയ. അവൻ 10,000ങ്ങളിൽ ശ്രേഷ്ഠൻ. ആമേൻ. ആ ദൈവരാജ്യത്തേക്ക് പോകാനാണ് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത്. സ്വത്രം. ആ നിത്യതയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഈ പെടാപ്പാട് പെടുന്നേ. ഇവിടെ പലതും ആമേ ചപ്പും ചവറുമെന്ന് എണ്ണുമ്പോൾ, പലതും ഛേദമെന്ന് എണ്ണുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, നിങ്ങൾ എവിടെ നിന്ന് വന്നു? ഞങ്ങൾ മഹാകഷ്ടത്തിൽ നിന്ന് വന്ന ഒരു കൂട്ടം അവിടെ ഇരിപ്പുണ്ട്. അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാ. അവരെങ്ങി വിളിക്ക്. ഹല്ലേലൂയ. അവരെങ്ങി വിളിക്ക്. ഇന്ന് രാത്രി ഇവിടുത്തെ കഷ്ടതകളില്ലാത്ത, ഇവിടുത്തെ വേദനയില്ലാത്തൊരു സ്ഥലത്തേക്ക്, നിത്യത എന്ന തുറമുഖത്തേക്ക് നിത്യനായ ന്യായാധിപതിയായ ദൈവം പറയുന്നു. ആമേ. ആമേ. സ്തോത്രം. ആമേൻ. ആമേ. 1-ാമത്തെ അധ്യായം മാത്രമല്ല, 6-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് ഇങ്ങനെ പറയുന്നു. ആമേൻ. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. നിത്യബലവും ഉണ്ടാകട്ടെ. നിത്യനായ ദൈവത്തിന്റെ നിത്യബലം, ഒരിക്കലും അടിഞ്ഞു പോകാത്ത ബലം, ഒരിക്കലും മാറ്റപ്പെടാത്ത ബലം, കേവലം ഒരു ആഹാരം കഴിച്ചാൽ മാത്രം ആമേൻ വരുന്ന ബലം. ആമേൻ. ഉശിര് അല്ല, ആരോഗ്യമല്ല. ആമേൻ. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ദാനിയേൽ വിളിച്ചു പറഞ്ഞു, ഹേ രാജാവേ, നീ രാജാവായിരിക്കാം, ഞങ്ങൾക്ക് കുഴപ്പമില്ല, നീ രാജാവായിരിക്കട്ടെ, വിഷയമില്ല. പക്ഷെ ഞങ്ങൾ 4 പേരുണ്ടല്ലോ, ഞങ്ങളുടെ അകത്ത് പകർന്നിരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, അത് ഞങ്ങൾ കളയാൻ തയ്യാറല്ല. ഞങ്ങളുടെ മുമ്പിൽ എന്തു വന്നാലും ഞങ്ങളിത് മാറത്തില്ല. ഞങ്ങൾ കിടയറ്റവരാ, ഞങ്ങൾ കരുത്തുറ്റവരാ, ഞങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ട്. അതുകൊണ്ട് രാജാവേ, ആമേ, നീ ഞങ്ങൾക്ക് ആഹാരം തന്നില്ലെങ്കിലും ആമേ ഞങ്ങൾ ഈ മേശയിൽ നിന്ന് ഭക്ഷിക്കത്തില്ല. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം, ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറയുക, നിന്റെ ആമേ സ്തോത്രം ബാല്യക്കാരോ ഭടന്മാർക്കോ കൊടുക്കുന്ന പരിപ്പും പച്ചവെള്ളവും തന്നാലും അവരെക്കാൾ ശരീരം ഞങ്ങളിൽ വരും. ഹല്ലേലൂയ. അവരെക്കാൾ ശരീരം ഞങ്ങളിൽ വരും. കാരണം ഞങ്ങൾ കഴിക്കുന്ന ഭോജനം ശ്രേഷ്ഠ ഭോജനമാണ്. ആമേ. യോഹന്നാൻ 6:35, 55, 56 വരെ താഴോട്ട് വായിക്കണ്ട. 5-ാം അധ്യായം 55 മുതൽ വായിക്കണ്ട. അവിടെ പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം. ഹല്ലേലൂയ. അത് ഇവിടുത്തെ ഭൂമിയിലെ അപ്പം അല്ല, ഇത് സ്വർഗത്തിൽ നിന്ന് വന്നത്. ആർക്കും ആമേ പകരം വയ്ക്കാത്തവന്റെ ആത്മാവിന്റെ ശരീരം പങ്കിട്ട് കഴിക്കുമ്പോൾ, സ്തോത്രം,
ബാക്കിയുണ്ട് അയലകൊത്ത വീട്ടിലെ പട്ടിക്ക് കൊടുക്കാനുള്ളതല്ല അപ്പം. ഹല്ലേലൂയ. ഒരു കാര്യം പറയാം, സഭയിൽ പോകുന്നവരെ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സഭാ പാസ്റ്റർമാരെല്ലാം കൂലിക്കാരാ. അവരെല്ലാം വന്നിരുന്ന് 2 വർഷം 3 വർഷം കഴിയുമ്പോൾ അവർ പോകും. സഭ നിങ്ങളുടെ കയ്യിലാ. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിലോട്ട് പോയപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചപ്പാടാ കേട്ടോ. ഇതിനകത്ത് അഭിഷേകത്തിനും കുടുംബമുണ്ട്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഞാനൊരു കാര്യം കണ്ടു. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ കർത്തൃമേശ കഴിഞ്ഞ ശേഷം അപ്പം ബാക്കി വന്ന അപ്പം ചളിച്ചു പോയെന്ന് പറഞ്ഞ് എടുത്തു മാറ്റി കോഴിക്കും പട്ടിയും കൊടുത്തു. സ്തോത്രം. ആമേൻ. ആ വാർത്ത ഞാൻ കേൾക്കുന്നത് അവിടെ ഒരാൾ സാക്ഷ്യം പറഞ്ഞു. ചർച്ചൊന്നും ഞാൻ പറയുന്നില്ല. സാക്ഷ്യം പറഞ്ഞിട്ട് ആ മുന്തിരിച്ചാറ് മാത്രം കുടിച്ചു, ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് കുടിച്ചു. ആമേൻ. ഭക്ഷണം കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞാൽ അത് കുടിച്ചു. ആലയത്തിലുള്ള കർത്തൃമേശയ്ക്ക് പ്രാർത്ഥിച്ചതാ, രക്തമാണ്. ശ്രദ്ധിക്കണം. കഴിച്ച പട്ടി ചത്തു. ഹല്ലേലൂയ. കഴിച്ച കോഴികൾ ചത്തു. ഹല്ലേലൂയ. ഹലോ ഹലോ കഴിച്ച കോഴി ചത്തു, പട്ടിയും ചത്തു. ഇത് പറഞ്ഞു വിടുന്നപ്പോൾ, സാക്ഷ്യം പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ കണ്ണീരിറക്കിയ കർത്താവേ, ജനം ഇത്ര അകപ്പതിച്ചു പോയോ? കർത്തൃമേശ പാത്രം പോലും പുറത്തു കൊണ്ടുപോകരുത്, അകത്ത് വച്ച് കഴുകിക്കൊള്ളണം. പ്രമാണമാ പ്രമാണം. ഞാൻ പ്രാപിച്ചത് സ്വർഗത്തിൽ നിന്ന്. കാർമീക ശുശ്രൂഷ 2 എഴുതി വെച്ചോ. 1 സ്നാനം, 2 തിരുമേശ. ഇത് രണ്ടും തേജസ്സിന്റെ ശുശ്രൂഷയാണെന്നറിയാമോ? വിഭാഗ ശുശ്രൂഷ, അടക്കം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, ആരെങ്കിലും പറയാണ് വീട്ടിൽ കൊണ്ടുപോയി കുഞ്ഞുങ്ങൾക്ക് കൊടുക്ക്, അല്ലെങ്കിൽ അപ്പൻ പള്ളിയിൽ ഒന്നുമില്ല അപ്പന് കൊടുക്ക് എന്ന് പറഞ്ഞ് തന്നേച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകും. 13 കോഴി ചത്തു. അവർ വീട്ടിൽ വളർത്തുന്ന നല്ല ആരോഗ്യവും പുഷ്ടിയുമുള്ള 10,000-ത്തിനപ്പുറം വിലയുള്ള പട്ടി ചത്തു. ആത്മാവില്ലാത്തവൻ കഴിച്ചാൽ ചാകും. ശാരീരിക മരണം വരെ സംഭവിക്കാം. എന്തോ ആത്മാവ് തൊട്ട് കയറുക ഇന്ന് രാത്രി. ആമേ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പാഠമായിരിക്കട്ടെ. ആമേ, വീട്ടിൽ അപ്പൻ ആമേ പള്ളിയിൽ വന്നില്ല എന്ന് പറഞ്ഞ് പാസ്റ്റർക്ക് കൊണ്ടുകൊടുക്കട്ടെ. ഇത് സൺഡേ സ്കൂളിലെ പ്രൈസ് അല്ല. ചേട്ടൻ വന്നില്ല, കൊണ്ടുകൊടുക്കട്ടെ, കൊടുക്കരുത്. ഹല്ലേലൂയ. എപ്പോ ഒരു പഠിപ്പിലുണ്ട്, ഉപവാസിക്കണോ? ഉപവാസത്തിന്റെ ആവശ്യമുണ്ടോ? അതാ പറഞ്ഞത്, കർത്താവ് ശ്രേഷ്ഠ പ്രവാചകനായ സത്യപ്രവാചകൻ ആവർത്തന പുസ്തകം 18:15 പറയുന്നു, അവൻ സത്യപ്രവാചകനായ ഒരുത്തൻ മാത്രം അവശേഷിച്ച് നിൽപ്പുണ്ട്. അവന്റെ പേരാണ് യഹോവയായ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നമ്മുടെ ഇതിനകത്ത് ഇരിപ്പുണ്ട് മേത്യൂസ് അഭിഷേകത്തിന് ചർച്ചിൽ പോയപ്പോൾ കർത്തൃമേശ ഉണ്ടായിരുന്നു. എത്ര പക്വതയോടെ കർത്തൃമേശ കൊടുത്ത് അതിൻ്റെ ബാക്കി വളരെ സൂക്ഷ്മതയോടെ മാറ്റിവെക്കുന്നതിനെ ശ്രദ്ധിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി വലിയ ആമേൻ തലവും നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. കേൾക്കൂ, അടുത്ത് വന്ന സംഭവം. കൊടുത്തേച്ച പാസ്റ്റർ ഭാര്യയ്ക്ക് ജന്നി വന്നു, കിടപ്പിലായി. 7-ാം ദിവസം അവർ മരിച്ചു. തീർന്നില്ല കേട്ടോ. ഇതാരെല്ലാം കൊണ്ടുപോയി പലതും കൊടുത്തിട്ടുണ്ടോ? എല്ലാം തീർന്നു. ഇന്ന് രാത്രി അത് അന്നല്ലേ സംഭവിച്ചത്? അത് അവിടെ വടക്കേ ഇന്ത്യയിലല്ലേ സംഭവിച്ചത്? അതങ്ങ് പൂനെയിലല്ലേ സംഭവിച്ചത്? അതങ്ങ് ഹൈദരാബാദിലല്ലേ സംഭവിച്ചത്? ആമേൻ. അതങ്ങ് ഗുജറാത്തിലല്ലേ സംഭവിച്ചത്? അതങ്ങ് പാലക്കാടല്ലേ? അതങ്ങ് ജർമ്മനിയിലല്ലേ സംഭവിച്ചത്? നോ, നമ്മുടെ ഇടയിലും ദൈവം തന്നിട്ടുണ്ട് ചില കാര്യാദികൾ. അതിലേക്ക് ഇന്ന് രാത്രി ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുക. പല ഭാഗം നമ്മൾ പഠിച്ച് മുമ്പിലോട്ട് വരുമ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചെങ്കിൽ ശ്രേഷ്ഠമായ ചില ശുശ്രൂഷകൾ പഠിച്ചെങ്കിൽ മാത്രമേ വായിക്കാമോ. 2-ാമത്തെ അധ്യായം 1 ശമൂവേലിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ദൂത് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ അഭിഷേക്. യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു, അവൻ ആകാശത്തു നിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. യഹോവ ഭൂസീമാവാസികളെ വിധിക്കുന്നു, തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു, തന്റെ അഭിഷിക്തന്റെ കൊമ്പ് ഉയർത്തുന്നു.
ഹല്ലേലൂയ. തന്റെ അഭിഷേകത്തിന്റെ കൊമ്പിനെ എന്ത് ചെയ്യുന്നു? അവൻ ഉയർത്തുന്നു. ശ്രേഷ്ഠ ന്യായാധിപതിയായ ഒരു ദൈവം സകലത്തിന്റെ മേലും ഇടിവെട്ടിന് ഇപ്പോ ഇടിവെട്ട് സംഭവിക്കാതിരിക്കാൻ വീടൊക്കെ വച്ചിട്ട് മുകളിൽ എറുത്തു കൊടുക്കുക മണ്ടനായ മനുഷ്യൻ. ആമേൻ. ഇടിവെട്ടിക്കുന്ന ദൈവത്തിന്റെ പ്രതിമ ഉണ്ടാക്കി വച്ചിട്ട് ആ ദൈവത്തിന്റെ പുറത്ത് ഇടിവെട്ടാതിരിക്കാൻ ഹല്ലേലൂയ കൈവെക്കണ്ട പ്രാർത്ഥിച്ചോ. ഒരു കാര്യം പറയട്ടെ, അത്ര പരമാധികാരമുള്ള ദൈവം ഒരു ചരാചരം ഈ ഭൂമിയിൽ നിന്ന് മുളച്ചു വരണമെങ്കിൽ സകലതും ദൈവത്തിന്റെ കരവിരുത. അവനെ കൂടാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. ഒരാളെന്നെ ചോദിച്ചു, പാസ്റ്റർ നിത്യത പ്രസംഗിക്കുന്നല്ലോ, ഞങ്ങൾക്ക് പോകാൻ സമയമായില്ലല്ലോ, എന്തിനാ ഇപ്പോഴേ പ്രസംഗിക്കുന്നേ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇതാ ഒരാൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞു വന്നു, മരണം ഒന്നായി. അതുകൊണ്ട് പേടിയാ നിത്യത പ്രസംഗിച്ചപ്പോൾ. ഹല്ലേലൂയ. നിത്യതയെ പോലെ ഇനി സമയമുണ്ടെന്ന് ചിലർക്ക്. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോഴേ പ്രസംഗിക്കരുതേ, നിത്യത ഇപ്പൊ തൊടേണ്ട കാര്യമില്ല. സമയം ഇനി ഒരുപാട് കിടപ്പുണ്ട്. അഭിഷേകത്തിന് വലിയ പ്രായമൊന്നും ഇപ്പോൾ ആയിട്ടില്ല. സ്തോത്രം. അവർ തന്നെ പറയാ പ്രായം ആയിട്ടില്ല, ഇപ്പൊ നിത്യത പ്രസംഗിച്ച് കളയരുത്, നിത്യതയെ പോലെ സമയം ആയിട്ടില്ല എന്ന്. ഇപ്പൊ ഇതെപ്പോഴാണ് പ്രസംഗിക്കേണ്ടേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പേരൊന്നും പറയുന്നില്ല, അതുകൊണ്ട് പേടിയാ. സ്തോത്രം. മരിക്കാൻ പേടിയാ, നിത്യതയെ പോകാൻ പേടിയാ. ഹല്ലേലൂയ. ഏറിയ 70 ഇല്ലെങ്കിൽ 80 ഇതിനകത്ത് വെച്ച് പോയേ പറ്റൂ. സ്തോത്രം. ആർക്കും ആമേൻ സ്തോത്രം അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്ന ശ്രേഷ്ഠ ന്യായാധിപതിയായ ദൈവം വിളിച്ചു പറയുന്നു. നോയിക്കേ. എന്നാൽ അടുത്ത് 2 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ 7-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വേദാംശത്തിലേക്ക് ഒരു പറയുന്നു. ദാവീദിന്റെ സന്തതി ആരെന്നറിയാമോ? ദാവീദിന്റെ സന്തതിയായി പിറന്നവൻ, ആർക്കും ഒരു നാളും മാറ്റി നിർത്താൻ പറ്റാത്തവൻ, ദാവീദിന്റെ സന്തതി. ഹല്ലേലൂയ. മടങ്ങി വരുന്നു. ആമേൻ. വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. വെളിപ്പാട് 17-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ദൈവം നമ്മോട് ഇന്ന് രാത്രി അത് ശക്തമായി എല്ലാത്തിൻ്റെയും വചന തെളിവ് തരികയായിട്ട് നിങ്ങൾ വായിച്ച് എഴുതി ആമേൻ ദൈവശക്തത്തിനായി വായിച്ചേ. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആവുകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടിയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. നല്ല വാക്യം പറയുന്നു. അവർ കുഞ്ഞാടിനോട് പോരാടല്ലേ. കുറച്ചുകൂടെ നമ്മൾ ബാക്കിലോട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങളൊക്കെ ഞാൻ പലപ്പോഴും പല പ്രാവശ്യം ഈ മീറ്റിങ്ങിനകത്ത് പറഞ്ഞതാണ്, പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കാര്യം, കുഞ്ഞാടിന് പോരാടുന്ന എങ്ങനെയെന്നറിയാമോ? എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായം നിങ്ങൾ എപ്പോഴും വായിക്കണം കേട്ടോ. ആ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ തീർത്തുള്ള വാക്യങ്ങൾ ഒരു ദിവസം വായിച്ചിരിക്കണം. ഭയങ്കര ദൂത. കുഞ്ഞാടിനോട് പോരാടി തുടങ്ങിയ മനുഷ്യൻ കർത്താവിനെ എപ്പോഴും ക്രൂശിക്കപ്പെടുത്തുകയാണ്, ക്രൂശിലേക്ക് അയറ്റുകയാണ്. ഇനി ക്രിസ്മസ് വരികയാണ്. ഇപ്പോഴേ റോഡ് സൈഡിലെല്ലാം പ്രതിമകൾ നിറഞ്ഞു തുടങ്ങി. മാമാ കൈ പൊട്ടിയല്ലോ യേശു അപ്പച്ചൻ്റെ. കൈ പൊട്ടിയത് എത്ര രൂപ വില? കൈ പൊട്ടാത്തത് എത്ര വില? കൈ പൊട്ടാത്തത് 50. മാമ കൈ പൊട്ടിയതോ 25 കുറച്ചുകൂടെ, ഒരു കൈ ഇല്ലല്ലോ. ഞാൻ ഇത് കേട്ട് രസകരമായി ചിരിച്ചു പോയി. അപ്പോൾ എന്ത് മാമ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞേ മാമൻ വാങ്ങുന്നില്ലേ? പിന്നെ നീ വാങ്ങിച്ചിട്ടാണ് എനിക്ക് വാങ്ങാൻ. നീ ആദ്യം വില പേശി വാങ്ങിച്ചോ, എന്നിട്ടാണ് എനിക്ക് വാങ്ങാൻ. സ്തോത്രം. മാമ ഒന്ന് പറഞ്ഞു നോക്കിയേ. മാമനെ കണ്ടപ്പോൾ തോന്നുന്നു മാമൻ പോലീസിലാ. ഞാൻ പറഞ്ഞു ഓ പിന്നെ ഞാൻ കസ്റ്റംസിലാ, ഇതെല്ലാം പിടിക്കാൻ വന്നവനാ. അപ്പം ഞാൻ വാങ്ങിച്ചിട്ട് പോയിട്ട് മാമൻ പിടിച്ചോ. സ്തോത്രം. ഹല്ലേലൂയ. വല്ലതിനെ കൊച്ചാടി കൂടി അമ്മയെ ഒരു കൈ കൊണ്ട് അമ്മയെ പിടിച്ചിരിക്കുക. ആടി കൂടി ആ യേശു അപ്പച്ചൻ്റെ ഒരു കൈ പോയതെന്ന് പറയുന്നു. ആരോ ഉണ്ടാക്കിയതാ. ഒരു കൈ പോയതിന് 25 രൂപ കുറച്ചവൻ വാങ്ങിച്ചു മിടുക്കൻ. എന്നിട്ട് പറയല്ലേ ഒരു കൈ വീട്ടിൽ ഇരിപ്പുണ്ടെന്ന്. കഴിഞ്ഞ പ്രാവശ്യത്തെ അത് ഞാൻ എടുത്ത് കൊരുത്ത് വയ്ക്കും. അയ്യോ അവൻ്റെ ബുദ്ധി കണ്ടപ്പോൾ ഞാൻ തന്നെ അമ്പരന്ന് പോയി. ആ മാമ വീട്ടിലൊന്ന് ഇരിപ്പെടുന്നു. അപ്പോൾ അമ്മ വാപത്തേണ് മിണ്ടല്ലേ. കാരണം അവർ മിണ്ടരുന്നൊരു കാരണം. ഇനിയിപ്പം കൂട്ടണമല്ലോ പൈസ. അതേ കൈ വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തത്. അവ കൈ ഒടിഞ്ഞത് മാത്രമാകാൻ നിൽക്കുക. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു നിന്റെ അസ്ഥികളൊക്കെയും പറ ഞാൻ സൂക്ഷിക്കുന്നു,
ഒന്നുപോലും ഒടിയാത്ത. എന്നാൽ കർത്താവിന് കൈ ഒടിഞ്ഞു കാണാൻ നോക്കിയിരിക്കുക, ഒന്ന് ഒടിഞ്ഞാൽ മതിയെന്ന്. അതല്ലേ യൂദ പണസഞ്ചിയുമായിട്ടിരുന്നോ പറയാം, കർത്താവ് നീ ഉറങ്ങിക്കോ, എനിക്ക് കുറച്ച് കണക്കൊക്കെ നോക്കാനുണ്ട്, നീ ഉറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല, തലേണ വെച്ച് കൊടുത്തു. കർത്താവ് ഉറങ്ങി. കാരണം അധികാരമല്ല അവൻ്റെ കയ്യിലിരിക്കുക. അവൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അവൻ കർത്താവിനെ ഒന്ന് ഉറക്കി. സ്തോത്രം. കർത്താവിനെ ഉറക്കി കിടത്തിയിട്ട് പൈസ എണ്ണാൻ തുടങ്ങി. ഇന്ന് രാത്രി കർത്താവിനെ ഉറക്കണ്ട, കർത്താവ് ഉറങ്ങത്തില്ല. അവൻ മയങ്ങാത്തവനായി. ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. എല്ലായ്പ്പോഴും സദാകാലത്തേക്കും. ഇന്ന് രാവിലെ ഒരു കാര്യം പറഞ്ഞു, സ്തോത്രം, കർത്താവിന്റെ ദാസിയെ, എന്റെ കർത്താവ് ഉറങ്ങുന്നില്ല. ഉറങ്ങാത്ത ദൈവം ആ ദൈവദാസനെ തന്നെ. നിങ്ങൾ എപ്പോഴാ കിടക്കുന്നത്? ആ സമയം മുതൽ നിങ്ങൾ ഉണരുന്നത് വരെ നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ കട്ടിലില്, നിങ്ങളുടെ റൂമിനകത്ത് അവൻ ആഗതനായിട്ടുണ്ട്. ശത്രുവിനോട് പടവെട്ടിക്കൊണ്ടിരുന്ന രാവിലെ നീ ഉണരുന്നത് വരെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവൻ നിന്റെ അടുത്ത്, രാജാവായ ദൈവം നിന്റെ അടുത്തിരിക്കും. ഉണർന്നാ നീ ആദ്യം എന്താ ചെയ്യുന്നത് നോക്കി അടുത്തൊരുത്തനിരിക്കുക. അതാരാ? കർത്താവ് പോയി കഴിഞ്ഞാൽ അടുത്ത് സാത്താൻ വരും. നീ എണീറ്റ് കഴിഞ്ഞാൽ, കണ്ണ് തിരുമ്മി എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം നീ എന്താ ചെയ്യുന്നത്? ദൈവത്തിന് നന്ദി കൊടുക്കുന്നുണ്ടോ? പക്ഷികളെ നോക്കുവീൻ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവർ കളപ്പുരകൾ ശേഖരിക്കുന്നില്ല. പക്ഷേ അവർ പുലരുന്നതിന് മുൻപേ ഉറങ്ങിക്കിടക്കുന്നവരെ ചിരച്ച് ഉണർത്തി അവരെ പുറത്തു കൊണ്ടുവന്നിട്ട് അവർ ദൈവനാമത്തെ ഉയർത്തുന്ന പക്ഷികൾ. ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥന മറന്നു പോകരുതേ. പ്രാർത്ഥനയിൽ ഒരിക്കലും കുറഞ്ഞു പോകരുതേ. ഇവിടെ പറയുന്നത് അവൻ കുഞ്ഞാടിനോട് പോരാടും. അവർ കുഞ്ഞാടിനോട് പോരാടും. അവരാരെന്നറിയാമോ? ഇവർ ആരാ? ഇവർ ഒരേ അഭിപ്രായമുള്ളവർ. ഇവരാരാ? ഇവർ ഒരേ അഭിപ്രായമുള്ളവർ. തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിന് ഏൽപ്പിക്കപ്പെടുന്നു? മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇവർ ഓരോരുത്തർക്കും അഭിപ്രായമുണ്ട്, ഓരോ അഭിപ്രായം. പ്രൈസ് ദി ലോർഡ്. അതിന് വ്യക്തമായിട്ട് യാക്കോബിന്റെ ലേഖനം തെളിയിക്കുന്നു കേട്ടോ. 1-ാമത്തെ അധ്യായവും 2-ാമത്തെ അധ്യായവും ചേർത്ത് പഠിക്കും. പറയുന്നു, ഇരുമനസ്സുള്ളവന്റെ വഴികളൊക്കെയും അസ്ഥിരനാകുന്നു. അവൻ ഒരിക്കലും മറുകര കടക്കാൻ കഴിയില്ല, ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയില്ല. അഭിപ്രായമുള്ള രണ്ടുപേർ അഭിപ്രായത്തിലാണെങ്കിൽ ഒരിക്കലും ഒരു കാര്യത്തിലും നിൽക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിയേ, ഇവരാരെന്നറിയാമോ? ഇവർ ആരാ? അതിന്റെ 12-ാം വാക്യം, നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. ഇവരെന്ത് ചെയ്തിട്ടില്ല? രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മഹത്വത്തിന്റെ ദൈവം, പ്രത്യാശയുടെ ദൈവം. ഇന്ന് രാത്രിയിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞിന് വേണ്ടി പ്രവർത്തിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് നിത്യതയുമായി, സത്യതയുമായി, വിശ്വസ്തനായി അവരെ ജയിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായവര് അവരെ ജയിക്കും. ഇന്ന് രാത്രി വിളിക്കപ്പെട്ട നീ ജയിക്കാൻ പോകുകയാ. തെരഞ്ഞെടുക്കപ്പെട്ട നീ ജയിക്കാൻ പോകുകയാ. വിശ്വസ്തമായ നീ ജയിക്കാൻ പോകുകയാ. അവരെ ജയിക്കണം. ആരെ? ഇരു മനസ്സുള്ളവരെ, ഓരോ അഭിപ്രായമുള്ളവരെ ജയിപ്പാൻ ഒരു അധികാരം ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ മുൻപിലായിരിക്കുന്ന ദൈവജനമേ, ഈ രാത്രി നീ ജയിക്കാൻ പോകുകയാ. പലതിനെയും നീ കീഴ്പ്പെടുത്താൻ പോകുന്നു. അധികാരം നിന്റെ മേൽ ഇന്ന് രാത്രി പരമേൽപ്പിക്കുന്നു. ശുശ്രൂഷയുടെ അധികാരങ്ങൾ, ഭൂതത്തിന്റെ മേലുള്ള അധികാരങ്ങൾ, ദേശത്തിന്റെ മേലുള്ള അധികാരങ്ങൾ, വ്യക്തിയുടെ മേലുള്ള അധികാരങ്ങൾ നിന്റെ മേൽ പരമേൽപ്പിക്കപ്പെടുന്ന ആധിപത്യത്തിന്റെ രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും, തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും, ഇന്ന് രാത്രി വിളിക്കപ്പെട്ടവർ അനേകർ, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഇന്ന് രാത്രി നിനക്ക് അധികാരമേൽപ്പിക്കുന്ന കൈമാറ്റ ശുശ്രൂഷ പരമേൽപ്പിക്കുന്ന രാത്രിയാണ്. നാളെ വിശുദ്ധ ആരാധനയ്ക്ക് നീ കടക്കുമ്പോൾ ഇതുവരെ അവിടെ ചെയ്യാത്ത ശുശ്രൂഷകൾ നിന്നിൽ കൂടെ ചെയ്തെടുക്കാൻ എന്റെ ദൈവം സർവശക്തൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവൻ മാത്രം അമർത്യതയുള്ള ദൈവം. പ്രൈസ് ദി ലോർഡ്. ആർക്കും ഒരു നാളും എടുത്തു മാറ്റാൻ കഴിയാത്തൊരു ദൈവശക്തി
ഇന്ന് രാത്രി ഏതോ കൂടാരത്തിൽ വെളിപ്പെടുന്നുണ്ട്. ആമേൻ, സ്തോത്രം. എല്ലാവരും ഒറ്റപ്പെടുത്തട്ടെ, എല്ലാവരും മാറ്റി നിർത്തട്ടെ, എല്ലാവരും അപവാദം പറയട്ടെ, എല്ലാവരും മാറ്റി നിർത്തി പരിഹസിക്കട്ടെ. പക്ഷെ ഇന്ന് രാത്രി വിളിക്കപ്പെട്ടവർ മാത്രമല്ല കേട്ടോ, തെരഞ്ഞെടുക്കപ്പെട്ടവർ. തെരഞ്ഞെടുപ്പ് ഇന്ന് രാത്രി നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഇടയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നമ്മുടെ ഇടയിൽ ആമേ സ്തോത്രം ചിലത് സംഭവിക്കുന്നുണ്ട്. ആമേ, ദൈവത്തിന്റെ വചനവും നിവൃത്തിയാകുവോളം നിന്റെ ഹിതം ചെയ്യുവാനും ഓരോ ആമേ സ്തോത്രം അഭിപ്രായം, ആമേ സ്തോത്രം ഒരു അഭിപ്രായത്തിൽ നടക്കുവാനും ഹല്ലേലൂയ തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയങ്ങളെ ആമേ തോന്നിച്ചു. ദൈവം അവരുടെ ഹൃദയത്തെ തോന്നിച്ചു. അങ്ങനെയെങ്കിൽ 18-ാം വാക്യം, നീ കണ്ട സ്ത്രീയോ ആമേ സ്തോത്രം പ്രൈസ് ദി ലോർഡ്, ദൂര രാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള നഗരം ആമേ തന്നെ ഇന്ന് രാത്രി ചില ആധിപത്യങ്ങൾ തകരുകയാണ്. ചിലത് ഇന്ന് രാത്രി ഉടയപ്പെടുകയാണ്. ആധിപത്യം പ്രാപിച്ച, അഭിഷേകം പ്രാപിച്ച, തെരഞ്ഞെടുപ്പിന്റെ രക്തം വീണ, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞാടിന്റെ മഹത്വത്തിന്റെ ശുശ്രൂഷയില, അധികാരത്തിന്റെ ശുശ്രൂഷയില, അധികാരത്തിൽ ശോഭിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമേ, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ചില കൃപകൾ ഏറ്റെടുത്തുകൊണ്ട് കർത്തൃത്വത്തിന്റെ നടുവിൽ ഏകാധിപത്യത്തിനായ ദൈവത്തിന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനത്തിന്റെ പൊൻചെങ്കോൽ നീട്ടപ്പെട്ടവനും ഇരുമ്പുകോൽ കൊണ്ട് രാജ്യങ്ങളെ തകർക്കുന്നവനും കുശവന്റെ പാത്രം പോലെ ഉടച്ചു കളയുന്നവനും ശത്രുവിനെ ഒരു നിമിഷം കൊണ്ട് അടിച്ചു ഓട്ടിക്കുന്നവനും അവന്റെ ആധിപത്യത്തെ തകർക്കുന്നവനുമായ കുഞ്ഞാടിന്റെ ദൈവം, കുഞ്ഞാടിന്റെ സിംഹാസനം, കുഞ്ഞാടിനാൽ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട വീണ്ടെടുക്കപ്പെട്ടവർ ഒരുമിച്ച് പാടും. അവർ എത്രത്തോളം ആരാധിക്കുമോ, വീണ്ടെടുക്കപ്പെട്ടവർ ഒരുമിച്ച്, തെരഞ്ഞെടുക്കപ്പെട്ടവർ ഒരുമിച്ച്. ഹല്ലേലൂയ. വിളിക്കപ്പെട്ടവർ മാറി നിൽക്കും. വിളിയുണ്ട്, തെരഞ്ഞെടുപ്പില്ല. ഹല്ലേലൂയ. അവർ മാറി നിൽക്കുകയാ. പക്ഷെ വിളിക്കപ്പെട്ടു മാത്രം അവർ വിളിയുണ്ട്, പക്ഷെ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ല, രക്തത്തിൽ മുദ്രയിടപ്പെട്ടിട്ടില്ല. കുഞ്ഞാട് രക്തത്താൽ മുദ്രയിടപ്പെട്ടവരെ തൊടാൻ അധികാരമില്ലെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ സ്വർഗത്തിലെ ദൈവത്തിന്റെ രാജ്യത്വം പ്രാപിപ്പാൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ പൊന്നുകരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ആമേൻ, സ്തോത്രം. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാമോ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 1 തീമോഥെയോസിന്റെ ലേഖനം, സ്തോത്രം, 2-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വേദാംശത്തിലേക്ക് വരുമ്പോൾ, ആ 7-ാമത്തെ വേദാംശം എന്താ അവിടെ വായിക്കുന്നത് നമുക്ക് നോക്കാമോ? 2 തീമോഥെയോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വേദാംശം വായിച്ചാട്ടെ. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലത്തിനും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. സകലത്തിന്റെ മേലും കേട്ടോ, ഇന്ന് രാത്രി സകലത്തിന്റെ മേലും ഒരു ബുദ്ധി തരാൻ പോയ ദൈവം. കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും ആണോ? അങ്ങനെയാണോ? നിങ്ങൾ പ്രാവിനെ പോലെ ബുദ്ധിയുള്ളവരും പാമ്പിനെ പോലെ നിഷ്കളങ്കരുമാണോ? അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരും. ഒരു ബുദ്ധി സ്വർഗത്തിലെ ദൈവം പറയുന്നു, പാമ്പിന് ബുദ്ധിയുണ്ട്. അത് പെട്ടെന്ന് ആക്രമിക്കത്തില്ല, കണ്ടാൽ പത്തി എടുക്കും, പിന്നെ അത് താത്തു വയ്ക്കത്തില്ല. ബുദ്ധിയോടെ ഇന്ന് രാത്രി ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. 8-ാം വാക്യം പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതെ, ആകുന്നു എന്റെ സുവിശേഷം, അതാകുന്നു എന്റെ സുവിശേഷം. ഹല്ലേലൂയ. സുവിശേഷം, നല്ല വർത്തമാനം, സുവാർത്ത, നല്ല ദൂത്, നല്ല വർത്തമാനം, ആമേൻ, നല്ല സംസാരം, നല്ല ഇടപെടൽ, നല്ല ശുശ്രൂഷ, നല്ല പാട്ട്, നല്ല സങ്കീർത്തനം, നല്ലത് ഒന്നും നല്ലതായിട്ട് ആമേൻ ചീത്തയായിട്ട് ഒന്നുമില്ല. അതാണ് ആമേൻ, സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോ 8-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം മുതൽ 26-ാമത്തെ വാക്യം വരെ വായിക്കപ്പെടുമ്പോൾ അവിടെ വായിക്കുന്ന വാക്കിതാണ് ഇസ്രായേലിന്റെ ദൈവം. ഇസ്രായേൽ ഒരു ദൈവമുണ്ട്, ഇസ്രായേൽ ഒരു പ്രവാചകനുണ്ട്, ഇസ്രായേൽ ഒരു രാജാവുണ്ട്, ഇസ്രായേൽ ഒരു മഹത്വം നിറഞ്ഞ ഒരു അഭിഷക്തനുണ്ട്. അവന്റെ പേരാരെന്നറിയാമോ? അവന്റെ പേര് ഏലിയാവാ. സ്തോത്രം.
ഇന്ന് രാത്രി ഇസ്രായേൽ ഒരുത്തനുണ്ട്. അവൻ ഏകാധിപതിയായ ദൈവം. 8-15 മുതൽ 26 വരെ വായിക്കപ്പെടുമ്പോൾ അവൻ ആരെന്നറിയാമോ? അവൻ ഇസ്രായേലിന്റെ ദൈവമാ, തന്റെ മക്കളുടെ ദൈവമാ. അതുകൊണ്ട് ആഹാബേ, നീ എന്ത് ചെയ്താലും ഏക്കത്തില്ല. ഏറ്റെന്ന് ഇവിടെ പറയാൻ ആരുമില്ല. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ നിന്റെ രക്തത്തിൽ ജനിച്ചതെല്ലാം നിന്റെ മുമ്പിൽ കാണും. ഇല്ലെങ്കിൽ ഞാൻ ഒന്നൊന്നായി എടുക്കും എന്ന് പറഞ്ഞിട്ട് പോലും അവൻ മിണ്ടാതിരിക്കാതെ മുൻപിലോട്ട് പോകുമ്പോൾ ഇവിടെ പറയാം, ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്നും ഇസ്രായേൽ ഒരു പ്രവാചകനുണ്ടെന്നും ഇസ്രായേൽ ഒരു പുരോഹിതനുണ്ടെന്നും ഇസ്രായേൽ ഒരു വീണ്ടെടുപ്പുകാരനുണ്ടെന്നും തന്റെ ജനത്തിനു വേണ്ടി രക്തം കൊടുത്തവൻ ഇസ്രായേൽ ഉണ്ടെന്നുള്ള കാര്യം ബോധിപ്പിക്കാൻ തിസ്ബയിൽ നിന്ന് ഒരുത്തനെ കൊണ്ടിറക്കി. ഹല്ലേലൂയ. അവൻ ആരെന്നറിയത്തില്ല, അവന്റെ കുടുംബം എന്തെന്നറിയത്തില്ല, അവന് ഭാര്യയുണ്ടെന്നറിയത്തില്ല, അവന് മക്കളുണ്ടെന്നറിയത്തില്ല, അവന്റെ കുറവിനെ വെളിപ്പെടുത്താൻ അവിടെ ആരുമില്ല, അവന്റെ സംസ്കാരത്തെ വെളിപ്പെടുത്താൻ അവിടെ ആരുമില്ല, അവന്റെ ക്വാളിഫിക്കേഷൻ വെളിപ്പെടുത്തുവാൻ അവിടെ ആരുമില്ല. എന്ന പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, 30-ാമത്തെ വയസ്സ് വരെ ജീവിച്ച് പിതാവിനോട് കൂടെ നടന്ന 3.5 വർഷം ശുശ്രൂഷയ്ക്ക് ഇറങ്ങി പറയാ, ഇവൻ ആരാ അത്ഭുതം ചെയ്യാൻ? അച്ഛന്റെ മകനാണോ? ഇവൻ ആരാ? സ്തോത്ര, മുള്ളാണി എടുത്തിട്ട് മുളയാടി വെക്കുന്നവനാണോ ഇവൻ ആരാ എന്ന് ചോദിക്കാൻ അപ്പന്റെ പേര് പറഞ്ഞ് അവനെ കളിയാക്കുമ്പോൾ ഏലിയാവിനെ കളിയാക്കാൻ അവന്റെ അപ്പന്റെ പേര് പറഞ്ഞിട്ടില്ല, ഏലിയാവിന്റെ ഭാര്യയെ പറ്റി പറഞ്ഞില്ല, അവന്റെ ഫ്ലാഷ് ബാക്ക് ഒന്നും ചിന്തിപ്പാൻ സമയമില്ല, ആർക്കും അറിയാൻ കഴിയുന്നില്ല. ദൈവം ഒരുത്തനെ എണീപ്പിച്ചു കഴിഞ്ഞാൽ അവനെ തൊടാൻ ഒരുത്തനും അധികാരമില്ല. ഇന്ന് രാത്രി ഇസ്രായേലിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന് ഇന്ന് രാത്രി അത് പണിയാൻ പറ്റുമെന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വേദാംശത്തിലേക്ക് പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്ര, വസിക്കുന്ന കെരൂബുകളുടെ മേൽ വസിക്കുന്നവനായ ഒരു ദൈവം. അവനാരാ? കെരൂബുകളുടെ മേൽ. മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ഇറങ്ങി വരാൻ അധിവസിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ, നിന്നെ സ്തോത്രം വീണ്ടെടുത്തവൻ, രക്തം മറുവലയായി കൊടുത്തവൻ, ഒരു കുപ്പിയോ ഒരു സിറിഞ്ചോ അല്ല കൊടുത്തത്, മുഴുവൻ രക്തം ഊറ്റിക്കൊടുത്തു. സകല മാനവരാശിക്ക് വേണ്ടിയും ഒരുത്തൻ അറുക്കപ്പെട്ടവന്റെ മറുവല കൊടുക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ലാതിരിക്കുമ്പോൾ, പലരും മാറിയിരിക്കുമ്പോൾ അങ്ങനെ ഒരു വാക്കിനകത്ത് ഇല്ല എന്ന് പ്രസ്താവിക്കുന്നു. താൻ പാതി ദൈവം പാതി വാക്ക് വേദപുസ്തകത്തിനകത്തില്ല. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ടെന്നും ആ വാക്യം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പലതും മാറുന്ന ഉടപ്പ് കാണിക്കുമ്പോൾ പരിശുദ്ധൻ പറയുക, അവ കെരൂബുകളുടെ മേൽ വൈഡകരാജകൾ കനാദികൾ കടകമരം ധുനി. ഹല്ലേലൂയ. അവൻ വസിക്കുന്ന ഒരുത്തനെന്ന് രാത്രി വിളിച്ചു പറയുന്നത്, ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകിയിട്ടുണ്ടല്ലോ, നൽകുമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമൈതലേ, 2 തീമോഥെയോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 7 മുതൽ നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ 10-ാമത്തെ വാക്യം പറയുന്നു, അതുകൊണ്ട് ക്രിസ്തയേശുവിലുള്ള രക്ഷ തേജസ്സോട് കൂടെ വൃതന്മാർക്ക്, ഹല്ലേലൂയ, വൃതന്മാർക്ക് ഇന്ന് രാത്രി ഇരിക്കുന്നവർക്ക് വെളിപ്പെടുന്ന നിത്യതേജസ്സിന്റെ ശുശ്രൂഷ വെളിപ്പെടാൻ പോകുക. അയ്യോ, ഞാൻ ഇത്രയും നാളായി ഒന്നും പ്രാപിക്കാൻ കഴിയുന്നില്ലല്ലോ, എന്താ കാര്യം, എന്താ സംഭവിക്കുന്നത്? ഒരു നിത്യ തേജസ്സിന്റെ ശുശ്രൂഷ ഇന്ന് രാത്രി ഹല്ലേലൂയ തന്നിൽ ഏകാചിത്രമായിരിക്കുന്നവർക്ക് വേണ്ടി താൻ ഇന്ന് രാത്രി അമർത്തിയുള്ള ഒരു ദൈവമായി ഞാൻ അവർക്കായി സകലതും സഹിക്കുന്നു. ആർക്കായി? തനിക്ക് വേണ്ടി വില കൊടുക്കുന്നവർക്കായി. പോളികാർപ്പ് 85-ാമത്തെ വയസ്സിൽ പോളികാർപ്പിനോട് ദുഷ്ടനായ നീറോ പറഞ്ഞു, ഹേ പോളികാർപ്പ്, ഇങ്ങോട്ട് കൊണ്ടുപോവാ, അവനെ കൊണ്ടുവിടെ നിർത്ത, വസ്ത്രം അഴിച്ചു മാറ്റ്. പൂർണ്ണമായി പോളികാർപ്പിനെ നീറോ എന്ന ചക്രവർത്തിയുടെ മദ്യശാലയുടെ നടുവിൽ കൊണ്ട് നിർത്തി. സ്തോത്രം. തുണി വസ്ത്രം പോലും ധരിക്കാതെ സഹോദരിമാര് അവിടുന്ന് ഡാൻസ് കളിക്കുന്ന നടുവിൽ കണ്ണ് പൊത്തി നിൽക്കുന്ന, ഒന്നും കാണാൻ കഴിയാതെ, കാണണ്ട എന്ന്
എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോളികാർപ്പിനോട് ബൈബിൾ നോക്കിയിട്ട് പറഞ്ഞു, തുപ്പാൻ പറഞ്ഞു ബൈബിളിനോട്. എന്താ കാര്യം? ഇതിനൊന്ന് തിരിച്ചു പറഞ്ഞാൽ നിനക്ക് ജീവനോടെ പോകാം. അദ്ദേഹം പറഞ്ഞത്, നീണ്ട 85 വർഷം എന്നെ സൂക്ഷിച്ച, എന്റെ അമ്മയുടെ ഉദരം മുതൽ ഇതുവരെ എന്നെ സൂക്ഷിച്ച, ഞാൻ ഇതുവരെ ചെയ്തു വന്ന ജോലിയെ വിടാൻ പറഞ്ഞു. ഞാൻ ഒരു ദിവസം പ്രൈസ് ദി ലോർഡ് 100 പൊന്നാണയത്തിനപ്പുറം ജോലിയിലിരുന്ന മനുഷ്യൻ ഒരു മാസത്തിൽ 1000 പൊന്നാണയത്തിനപ്പുറം ശമ്പളത്തിലിരിക്കുന്ന ഞാൻ, ഇന്നത്തെ 5 ലക്ഷത്തിനപ്പുറം ഇരിക്കുന്ന എന്നെ എല്ലാം വിട്ട് പുറത്തെടുത്ത് ഇറങ്ങിച്ച് ജീവന്റെ വചനം പ്രസംഗിപ്പാൻ എന്നെ വിളിച്ച ദൈവത്തെ തള്ളിപ്പറയാൻ ഞാൻ തയ്യാറല്ല. ഷർട്ടില്ല കേട്ടോ, ഷർട്ടില്ല, തുണികളെല്ലാം വലിച്ചു പറിച്ചു. ആമേൻ. പടയാളിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പോളികാർപ്പിന്റെ നെറ്റി മുതൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, വയറിന്റെ ഭാഗം വരെ വാളുകൊണ്ട് വരയ്ക്കാൻ പറഞ്ഞു. ഒറ്റ വര വരച്ചിട്ട് 2 വശത്ത് 2 പേര് നിന്ന് കൊളുത്തിട്ടിട്ട് 2 ഭാഗത്തും വലിച്ചങ്ങുരിച്ചു. സ്തോത്രം. വലിച്ചുരിച്ച ഷർട്ട് മാറുന്നത് പോലെ പച്ചയ്ക്ക് മനുഷ്യനെ വലിച്ചുരിച്ചു. ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി മെഴുകുതിരി പോലെ ഉരുകി മാറിയ ഒരു കൂട്ടം പച്ചന്മാരിൽ ഒരുത്തൻ മാത്രമാണ് പോളികാർപ്പെന്ന ചരിത്രത്തിൽ ഏടുപിടിച്ചിരിക്കുന്ന പിതാക്കന്മാരുടെ മധ്യത്തിൽ ഇന്നും ആമെ ജീവിച്ചിരിക്കുന്ന പോളികാർപ്പിനോട് ചോദിക്ക്, എന്താ നിനക്ക് കിട്ടിയ പ്രതിഫലം? ഇത്രയും നാൾ പ്രസംഗിച്ചത്, നീണ്ട 50 വർഷം പ്രസംഗിച്ചപ്പോൾ നിന്റെ 35-ാമത്തെ വയസ്സിലിറങ്ങി 50 വർഷം പ്രസംഗിച്ചു. 50-ാമത്തെ വർഷത്തിലേക്ക് വന്നപ്പോൾ നിനക്ക് വയസ്സ് 85. എന്ത് പ്രാപിച്ചു? ഇന്ന് രാത്രി വലിച്ചു പറിച്ചെടുത്തിട്ട് കസേരയെ പഴിപ്പിച്ച് അതിൽ ബലാത്കാരമായി ജീവനോടെ ഇരിക്കുന്ന പോളികാർപ്പിനെ കസേരയിൽ ഇരുത്തിയിട്ട് വെന്ത ഭാഗം, ആമേൻ, ആമേൻ, ദോശ ഉണ്ടാക്കുന്നവർക്കറിയാം, നല്ല പൊള്ളി തിളച്ചു നിൽക്കുന്ന കല്ലിൻ്റെ പുറത്ത് അല്പം വെള്ളം വീണ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ പഴുത്ത് തുടുത്ത് നിൽക്കുന്ന കസേരയിൽ, ആമേൻ, ഈ രക്തം വാർന്നിരിക്കുന്ന പോളികാർപ്പിനെ വസ്ത്രമില്ലാതെ ഇരുത്തിയ ശേഷം ചില മിനിറ്റ് കഴിഞ്ഞ് പൊക്കിയെണീപ്പിച്ചിട്ട് വെന്ത ഭാഗം, ആമേ, ഇന്നത്തെ ഷവർമ പോലെ ചെത്തിയെടുക്കുന്നത് പോലെ വെന്ത ഭാഗം ചെത്തിയെടുത്തിട്ട് തലയെ വെട്ടിക്കളഞ്ഞു. ഈ രാത്രി നിത്യ തുറമുഖത്ത് പോകാൻ ചില കഷ്ടമേൽക്കേണ്ടി വരും, ചില വേദന ഏൽക്കേണ്ടി വരും. അതിൽ ഒരു മനുഷ്യനാ പോളികാർപ്പ്. ഇന്ന് രാത്രി അത്രയും പറഞ്ഞ് അവിടെ വിടുകയാ.